ഹലോ. ഈസി ആയിട്ട് നമുക്കിതാ ഈ കാണുന്ന ഡ്രസ്സ് ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നിങ്ങളുടെ പറ്റിയ സ്പീഡിനനുസരിച്ചിട്ട് ഡബിൾ എക്സ് സ്പീഡിലോ അല്ലെങ്കിൽ കുറച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും പേപ്പറിൽ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് തുണിയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് കാര്യങ്ങൾ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡ്രാഫ്റ്റ്. അതായത് ഉടുപ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ഇതൊരു നോർമൽ യോക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള താഴെ ഫ്രിൽസ് വരുന്ന ഒരു ഫ്രോക്കാണ്. സ്ലീവ് നമ്മൾ കൊടുക്കുന്നത് മീതെ മാത്രം ചെറിയ പഫ് വരുന്ന എൽബോ സ്ലീവ് കേട്ടോ. മുട്ടിന് മീതെ നിൽക്കുന്ന അങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൽ 13.5 ഇഞ്ചാണ് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത്. ആ 13.5 ഇഞ്ചിലേക്ക് 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അതവിടെ കറക്റ്റ് ചെയ്യാനും താഴെ ആ ഒരു സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മീതെയും കൊടുത്തിട്ടുള്ളത്. ഇതല്ലാതെ ഞാനിതിൻ്റെ ഷോൾഡർ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചും ആം ഹോൾ എടുത്തിട്ടുള്ളത് 6.25 ഇഞ്ചുമാണ് കേട്ടോ. അത് നിങ്ങളുടെ അളവിൽ തയ്ക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ സൈസാണ് പറയണത്. 32 ചെസ്റ്റ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസ്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 40 ഇഞ്ചിൽ നിന്ന് ഈ 13.5 ഇഞ്ച് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 26.5 ഇഞ്ചാണ് എനിക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ റെഡി ലെങ്ത് വേണ്ടത്. അതിൽ നിന്ന് തന്നെ നമ്മളൊരു 4 ഇഞ്ച് മൈനസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അവിടെ ഒരു 4 ഇഞ്ചിൻ്റെ ഫ്രില്ലാണ് ഉദ്ദേശിക്കുന്നത് താഴത്തെ ഭാഗത്ത്. അപ്പോൾ ആ 4 ഇഞ്ച് ലെസ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും? 22.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 22.5 ഇഞ്ച് ഹൈറ്റ്, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് വേണം നമുക്ക് ആ യോക്കിലോട്ട് ജോയിൻ ചെയ്യാൻ. പിന്നെ 1/2 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് വേണം. ഞാനിവിടെ 1 ഇഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മാറ്റി എഴുതാം കേട്ടോ. കാരണം നമ്മൾ അവിടെ മടക്കി തയ്ക്കുന്നില്ല, ജസ്റ്റ് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് താഴത്തെ ഫ്രില്ലായിട്ട്. ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മളെടുക്കുന്ന തയ്ക്കുന്ന തുണിയുടെ വീതി 44 ഇഞ്ചാണ്. അതുകൊണ്ട് അത് തന്നെ തുണിയുടെ വീതിയായിട്ട് എടുക്കുകയാണ്. ഹൈറ്റ് വന്ന് 22.5 റെഡി ലെങ്ത്തും താഴെ ഒരു 1/2 ഇഞ്ചും മുകളിൽ ഒരു 1/2 ഇഞ്ചും. അപ്പോൾ എത്ര വന്നു നമുക്ക്? 22.5 + 1 23.5 ഇഞ്ച് ഹൈറ്റിലുള്ള തുണിയാണ് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിന് വേണ്ടത്. എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം കേട്ടോ. അതായത് 2 തുണി വേണം. കുഞ്ഞു കുട്ടികൾക്ക് പറയണ പോലെ എന്ന് വിചാരിക്കില്ലേ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ ഫ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 5 ഇഞ്ച് ഹൈറ്റിലുള്ള 44 ഇഞ്ച് വീതിയിലുള്ള തുണി. ഈ 5 ഇഞ്ച് എന്തിനാണ് എടുത്തിരിക്കുന്നത്? 1/2 ഇഞ്ച് മീതെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോവും. താഴെ നമ്മൾ അരിക് റോൾഡ് ഹെമ്മിങ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ താഴെ 1/2 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ മടക്കി തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഇഞ്ചോ 1 ഇഞ്ചോ താഴെ കൊടുക്കാം. ഞാനിവിടെ റോൾഡ് ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് റോൾ ചെയ്തടിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ റെഡി ലെങ്ത്ത് 4 കിട്ടുന്ന രീതിക്ക് താഴത്തെ ഗ്യാതറിങ്സ് കൊടുക്കാനുള്ള തുണി കണക്കാക്കി എടുക്കുന്നത് ഈ ഒരു 44 ഇഞ്ച് വീതിയിലും 5 ഇഞ്ച് ഹൈറ്റിലുള്ള 2 പീസ് ഒരു ഭാഗത്തേക്ക്, അതായത് ഫ്രണ്ടിലേക്ക് നമുക്ക് 2 പീസ് വേണം, അതേപോലെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് 2 പീസ് വേണം. എന്നാലാണ് നമുക്കൊരു മിനിമം ഫ്രില്ല് താഴെ കിട്ടുള്ളൂ. അതായത് ഉള്ള തുണിയുടെ ഇരട്ടി തുണി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെറിയ ചുരുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു പോയിന്റിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 32 ചെസ്റ്റ് സൈസ് വരുന്ന ഒരു 40 ഇഞ്ച് ടോട്ടൽ ഔട്ട്ഫിറ്റിൻ്റെ ലെങ്ത് വരുന്ന ഒരു സൈസാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണീനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വിഡ്ത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, 44 ഇഞ്ച് വീതി വരുന്ന ഭാഗത്തിനെയാണ് ഞാൻ 4 മടക്കി താഴേക്ക് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ നമ്മുടെ തുണി നമ്മുടെ അടുത്തുള്ളത് 3 മീറ്ററാണ്. അപ്പോൾ അത് 4 മടക്കിയിട്ടിട്ട് ഞാൻ മുകളിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചതാണ്. ക്യാമറയിൽ നിന്ന് കുറച്ച് ഔട്ടായിപ്പോയി. അത് നിങ്ങൾ അതിന് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ 6.5 ഇഞ്ചിലെ ഷോൾഡറും 6.25 ഇഞ്ചിലെ കൈക്കുഴിയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വണ്ണം കൊടുക്കുന്നത്. അതായത് 8 4 32 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 8.5 1.5 ആയിട്ട് കണക്കാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് താഴത്തേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് അവിടെയും ഒരു സീം അലവൻസ് മാർക്ക് ചെയ്യാം. നമ്മുടെ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 1/2 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യണത് കേട്ടോ. ഞാൻ ഈ ഷോൾഡർ മാർക്ക് ചെയ്യണത് നിങ്ങൾക്ക് കുറച്ച് കാണാതെ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് പേപ്പർ പാറ്റേണിൽ ഞാൻ പറഞ്ഞു തന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ
വീതി അകലം കണക്കാക്കുന്നത് 3.5 കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 3.5 കൊടുക്കാം. ഞാൻ 3 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഈ 6.25 ഇഞ്ചിൽ 3.1 അതായത് 6.25 ഇഞ്ചിൻ്റെ പകുതിയിൽ ഒരു മാർക്കിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു അളവിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് പാണ്ടാ ചോക്ക് ആയതുകൊണ്ടും ഇതിലേക്ക് അത്രയ്ക്ക് വിസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവേണ്ടതെന്നുള്ളത് എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ഞാനത് മെഷർ ചെയ്ത് നോക്കി. എനിക്ക് വേണ്ട ആം ഹോൾ 14.5 കിട്ടുമെന്നുള്ളത്, അതായത് ഒരു 7.5 7.25 കിട്ടുമെന്നുള്ളത്. അപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോൾ വരച്ച് കൊടുക്കുകയാണ്. ഒരു 3/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് നീക്കി വരച്ച് കൊടുത്തിട്ട് എന്നിട്ട് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് ആം ഹോൾ മെഷർ ചെയ്തപ്പോൾ കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടാനുള്ള മാർക്കിങ്സ് കൊടുത്തത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം കേട്ടോ. 2 ഇഞ്ച് ആണ് ഞാൻ തയ്യൽ തുമ്പ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ 44 ഇഞ്ച് തുണീനെ 4ആക്കി മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മടക്കി ഇടുമ്പോൾ തന്നെ ഈ ഒരു 32 സൈസിലുള്ള ഇതാണെങ്കിൽ നമുക്ക് തുണി ലാഭിച്ചിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിലും കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തുണി മറ്റേ പോലെ ഇടണം. ഈ വീതിക്ക് ഇങ്ങനെ മടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ കർവ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈഡ് പോർഷൻ ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് അതിലെ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കുറച്ചൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ ഒന്ന് കർവ് ചെയ്യണം. നമുക്കത് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ആ മീത് ഞാൻ ലെവൽ ചെയ്ത് വരച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ആദ്യത്തെ വര, അത് ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കൊന്നും നമ്മളിതിൽ കട്ട് ചെയ്യണില്ല. ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. നെക്ക് ഇപ്പം ഞാൻ 3 ഇഞ്ചാണെന്ന് പറയില്ലേ, അപ്പോൾ 3 ഇഞ്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പിലാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആം ഹോളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് വേണ്ട കൈക്കുഴിയുടെ അളവ് കിട്ടണില്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ആദ്യം വരച്ച ഒരു 6.25 നിങ്ങൾക്ക് ആം ഹോൾ സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി വരയ്ക്കുകയോ കയറ്റി വരയ്ക്കുകയോ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പരിമിതികളുണ്ടായിരിക്കും കേട്ടോ. എല്ലാ കേസിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവാം, പക്ഷേ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്തത് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൺഫ്യൂഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് ബോഡിയുടെ അവിടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ എഴുതി വെക്കാൻ ഞാൻ ഇവിടെ F എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ള ഭാഗങ്ങളൊക്കെ തുടക്കത്തിൽ നിന്നേ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അഴിച്ച് വീണ്ടും ഉള്ള പരിപാടി കുറേ അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെയാണ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ തയ്ച്ച് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ തെറ്റുകുറ്റങ്ങളില്ലാതെ തയ്ക്കാൻ പറ്റുക. എന്നിരുന്നാലും ഒഴിവാക്കാൻ പറ്റാവുന്ന മിസ്റ്റേക്സ് നമുക്ക് തുടക്കത്തിൽ നിന്നേ ഒഴിവാക്കി പോകാം കേട്ടോ. ഇനിയിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനാണ് പോണത്. തുണീനെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ലീവ് മുകളിൽ മാത്രം ചെറിയ പഫ് വരുന്ന എൽബോ സ്ലീവാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ മീതെ നമുക്ക് പഫ് കൊടുക്കാനായിട്ട് ഞാൻ ആ പഫിൻ്റെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തുണീനെ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കാം. ജസ്റ്റ് തുണിയുടെ അറ്റത്തെ ഏറ്റക്കുറച്ചിലുകളുള്ളത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴേക്ക് ഞാനൊരു 3 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് പഫിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ഇനി ഈ ഒരു ലൈനിന് താഴത്തേക്കാണ് നമ്മൾ ആക്ച്വൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യണത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ആം ഹോള് മെഷർ ചെയ്തപ്പോൾ നമുക്കുള്ളത് 7.5 ഇഞ്ചാണ്. അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തിട്ട് 6.5 ഇഞ്ച്, ആ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ക്യാബ് ഹൈറ്റ് മാർക്ക് ചെയ്യണം. ക്യാബ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 6.5 ഇഞ്ചിൻ്റെ പകുതിയാണ്, അതായത് 3.25 ഇഞ്ച്. ആ 3.25 ഇഞ്ചിൽ ഞാനൊരു ലൈൻ കൊടുത്തു, ഒരു പോയിൻ്റ് കൊടുത്തു. ഇങ്ങോട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 3.25 ഇഞ്ചിൽ ഉള്ള ലൈനിൽ നിന്ന് നമ്മളിങ്ങനെ ഡയഗണലി ഒരു വര വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫോൾഡഡ് സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളിത് 3.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്.
ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ 6.5 ഇഞ്ചിൽ വരച്ചതും പിന്നെ 3.25 ഇഞ്ചാണ് നമ്മുടെ ക്യാബ് ഹൈറ്റ്. ഇപ്പോൾ ആ ഡയഗണൽ ലൈനിനെ ബേസ് ചെയ്ത് നമുക്കൊരു സെൻറ്റർ പോയിൻ്റ് കിട്ടി. ആ ഒരു സെൻറ്റർ പോയിൻ്റ് മീതേന്ന് 1/2 ഇഞ്ച് മീതേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആം ഹോൾ കർവ് വെച്ചിട്ട് വേണമെങ്കിൽ സ്ലീവ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ് കർവ് സ്കെയിൽ ഉണ്ടല്ലോ, ആ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സ്ലീവ് കർവ് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടും. പിന്നെ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട്, അതായത് ആക്യുറേറ്റ് ഇന്നൊരാളുടെ ബോഡി മെഷർമെൻ്റ് അല്ല, അതുകൊണ്ട് ഞാൻ ഈ കർവ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്ത സ്കെയിൽ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു സ്ലീവ് കട്ടിങ് പാറ്റേണിൻ്റെ ആക്യുറസി കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് താഴത്തേക്ക് എന്താ പറയുക, കുഴിച്ച് വെട്ടേണ്ട അളവൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതൊക്കെ നോക്കി മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് ഈ സ്ലീവ് കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ലീവ് കർവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ സ്ലീവ് എങ്ങനെയാണ്, ഈ സ്ലീവ് കർവ് വെച്ചിട്ട് സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഇതിൽ ഞാൻ അപ്പോൾ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. താഴെ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തയ്ക്കാൻ ഉൾപ്പെടെ. അതായത് മടക്കി തയ്ക്കാൻ ഉൾപ്പെടെ ഞാനൊരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ലീവ് ലൂസ് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. താഴെ 5 ഇഞ്ച് ലൂസും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹിപ്പ് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സ്കെയിൽ യൂസ് ചെയ്താലും മതി. പിന്നെ ഇതാ 3 ഇഞ്ച് പഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ 3 ഇഞ്ച് പഫിൻ്റെ നമ്മളെങ്ങനെ കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ ഒരു കുഴിവ്, നമ്മൾ ആംഹോൾ കുഴിച്ച് വെട്ടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വരച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിൽ ഈ ചോക്കും തുണിയുടെ പ്രിൻ്റൊക്കെ കൂടിയിട്ട് വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ കട്ട് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവും കേട്ടോ. ആ ഒരു കുഴിച്ച് വെട്ടാൻ തുടങ്ങിയ ഭാഗമല്ലേ, അവിടത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുകളിൽ വരുന്ന ആ ഒരു ഹൈറ്റിൽ വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, സ്ലീവിൻ്റെ പഫായിട്ട് കിട്ടുക. ഇനി നമുക്ക് സ്ലീവ് സൈഡിലെ സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹിപ്പ് കർവ് സ്കെയിൽ വെച്ചിട്ടാണ് ആ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. ഈ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇത് നിർബന്ധമില്ല, നിങ്ങൾ സാധാ നമ്മുടെ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് ചെയ്താലും മതി, ഫിറ്റിങ് കുഴപ്പമില്ലാതെ തന്നെ കിട്ടും. ഇങ്ങനെ ഒരു കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ താഴെ മടക്കി തയ്ക്കാൻ ഉൾപ്പെടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് 12.5 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. ഈ മീതത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. അപ്പോൾ അതാ തുണീനെ നിവർത്തി വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ആ കുഴിവ് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ചിരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് എന്നുള്ളതിൻ്റെ മാർക്കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഒരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് അങ്ങനെ മടക്കിയ പോലെ നിൽക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷനുള്ള തുണിയുടെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22.5 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് മീതെയും 1/2 ഇഞ്ച് താഴെയായിട്ട് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 23.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 24 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ 2 പീസാണ് വേണ്ടത്. 44 ഇഞ്ച് വീതിയും ഒരു 23.5 24 ഇഞ്ച് ഹൈറ്റുമുള്ള 2 പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഫ്രില്ല് വേണം. ഫ്രില്ല് അത് 4 പീസ് വേണം. ഫ്രണ്ടിലേക്ക് 2 പീസും ബാക്കിലോട്ട് 2 പീസും വേണം. അങ്ങനെ 4 പീസ് വേണം, 5 ഇഞ്ച് ഹൈറ്റിലുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഇഞ്ച് ഹൈറ്റിലുള്ള പീസ് നമ്മൾ എടുക്കുന്നതിൽ 1/2 ഇഞ്ച് മീതെ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ റോൾഡ് ഹെമ്മിങ് ചെയ്യുന്നത് കൊണ്ട് മടക്കി തയ്ക്കാൻ, അതായത് ഹെമ്മിങ് മടക്കി അടിക്കാനുമായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ 4 പീസ് തുണി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തുണി കുറച്ചും കൂടി നല്ല ഗ്യാദേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം 3 പീസ് കൊടുക്കാം. അതായത് 44x3 എന്നുള്ളത് ഒരു ഭാഗത്ത് വരുന്ന പോലെ കൊടുക്കാം. ഞാൻ നോർമൽ ഒരു ഫ്രില്ലേ കൊടുക്കണുള്ളൂ, അത്രയ്ക്കുള്ള തുണി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട്
ഞാൻ 4 പീസാണ് എടുക്കണത് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 40 ഇഞ്ചാണ്. നമുക്ക് ഈ ഒരു 3 മീറ്റർ തുണി വെച്ചിട്ട് ഒരു 43 അല്ലെങ്കിൽ 44 ഇഞ്ച് വരെ ലെങ്ത്തുള്ള ടോപ്പ് ചെയ്യാം കേട്ടോ. ഇതേ ബാക്കിയുള്ള മെഷർമെൻറ്റൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലും ഒരു 3-4 ഇഞ്ചും കൂടെ ടോപ്പിന് എനിക്ക് ലെങ്ത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ 40 ഇഞ്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്യാൻവാസിൽ കട്ട് ചെയ്യാം. ഞാൻ തുണിയിൽ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് വെച്ചിട്ടുള്ള അങ്ങനെയല്ല ചെയ്യുന്നത്. ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് സാധാ പോലെ നെക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ ക്യാൻവാസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് ഞാൻ നെക്കിന് അകലം വെച്ചിട്ടുള്ളത്, അതായത് വീതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ റെഡി ലെങ്ത്ത് വേണ്ടത് 4 ഇഞ്ചാണ്. 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ എനിക്ക് 4 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്രിഡ്ജ് നിർത്തിയിട്ടാണ് കട്ട് ചെയ്യണത്. സോ ദാറ്റ് നമ്മൾ ക്ലോത്തിലേക്ക് അയൺ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ അകലം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. 3 ഇഞ്ച് തന്നെയാണ് എഗെയിൻ നെക്കിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. താഴത്തേക്ക് 5.5 എടുത്തിട്ടുണ്ട്. കാരണം 5ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് നമുക്ക് 5 കിട്ടും. അതുകൊണ്ട് 5.5 എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്വീറ്റ് ഹാർട്ട് പാറ്റേണിലാണ് നെക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യണത് കേട്ടോ. പിന്നെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് സൈഡിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടും മോൾ ഭാഗത്ത് ഒരു ചെറിയ ബ്രിഡ്ജ് നിർത്തിയിട്ടും നേരത്തെ കട്ട് ചെയ്ത അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് പോയ പീസിൽ നിന്ന് ബാലൻസ് ഉള്ള തുണിയിലേക്ക് ഇത് വെച്ച് അയൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ബാക്ക് നെക്ക് അയൺ ചെയ്യാൻ കറക്റ്റ് തുണിയില്ല. അപ്പോൾ ഞാൻ 2 കഷ്ണം സൈഡിൽ നിന്ന് പോയത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് അത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഓർഡർ എളുപ്പമുള്ള ജോലികൾ ആദ്യം തീർക്കുക, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ എത്ര സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്ര ഒരുമിച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഓരോ തവണയും ത്രെഡ് കട്ട് ചെയ്യുക. കാരണം അതിനും ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു സെക്കൻഡല്ലേ വേണ്ടു, പക്ഷേ ആ ഒരു സെക്കൻഡ് കൂട്ടി വരുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറ്റാവുന്നതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഫ്രില്ല് വെക്കേണ്ട 2 തുണികൾ ജോയിൻ ചെയ്തു. നെക്കിൻ്റെ അരികുഭാഗം മടക്കി തയ്ച്ചു. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ഫിനിഷ് ചെയ്യാം. സ്ലീവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഒരു കർവായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ മുകളിലെ ഹൈറ്റ് പോർഷൻ, അവിടെ ലോങ് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ റണ്ണിങ് സ്റ്റിച്ചിനെ വലിച്ചിട്ടാണ് അവിടെ ഗ്യാദേഴ്സ് ഉണ്ടാക്കുക. പിന്നെ താഴെ നമുക്കിതൊന്ന് മടക്കി തയ്ക്കും വേണം. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആവും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ ത്രെഡിനെ ഏതെങ്കിലും ഒരു ത്രെഡ്, മീതത്തെ ത്രെഡോ താഴത്തെ ത്രെഡോ ഒന്ന് പുൾ ചെയ്തിട്ട് നമുക്കിതാ അടിഭാഗം 1.5 ഇഞ്ച് എന്നുള്ള രീതിക്ക് 1 ഇഞ്ചാണ് അവിടുത്തെ സീം അലവൻസ് ആയിരുന്നത്. അത് മാത്രം എടുത്തിട്ട് മടക്കി തയ്ക്കുക കേട്ടോ. നമ്മളെപ്പോഴും സീം അലവൻസ് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അത് മാത്രം എടുത്തിട്ട് തയ്ക്കുക. അതിൽ കൂടുതലോ അതിൽ കുറവോ തയ്ച്ച് കഴിഞ്ഞാൽ ഫിറ്റിങ് വേറെ ആവും കേട്ടോ. അപ്പോൾ അതിൽ കുറവാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരടിയും കൂടെ അടിച്ചാൽ മതി. അതിൽ കൂടുതലെടുത്ത് തയ്ച്ച് പോയി കഴിഞ്ഞാൽ കൈക്കുഴിയുടെ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസം വരും. സൈഡിലാണെങ്കിൽ നമുക്ക് പിന്നെ അഴിച്ചിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നെക്കും ബോഡി പാർട്ടും നമ്മൾ അലൈൻ ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൻ്റെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ബോൾ ഹെഡ് പിന്ന് വെച്ചിട്ട് ഒന്ന് ഇവിടെ ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ച് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. പക്ഷേ ഈ പിന്ന് കുത്തി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ തയ്ക്കുക എന്നുള്ളത് മാത്രം കേട്ടോ. നെക്ക് തയ്ക്കുമ്പോൾ പതുക്കെ തയ്ക്കുക. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ആക്ച്വലി പതുക്കെയാണ് തയ്ക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഉള്ളിൽ നിന്ന് ഈ പീസ് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ സൈഡിലുള്ള സീം അലവൻസ് വരണ ഭാഗത്ത് കുറച്ച് സ്ലാഷസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും വേണം. അങ്ങനെ മറച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോർണറും സൈഡിലൊക്കെ നൂലിൽ പെടാതെ നമ്മളിങ്ങനെ സ്ലാഷസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് 2 പീസിലും ചെയ്യും. ഇത് മറിച്ച് 2 പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യും വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അയൺ ചെയ്ത് കുറച്ചും കൂടെ വൃത്തിയാക്കാം കേട്ടോ. ഇങ്ങനെ കേർവ് ഷേപ്പൊക്കെ വരുന്നത് കൊണ്ട് അയൺ ചെയ്താലാണ് അത് നല്ല ഭംഗിയിലിരിക്കുക. ഞാൻ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ബോഡിയും ഫ്രണ്ട് ബോഡിയും നമ്മൾ ജോയിൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. ക്യാൻവാസും ഒരു സൈഡിലേക്ക് വെക്കുക. അതായത് റൈറ്റ് സൈഡ് ഫേസ് ചെയ്ത് വരുന്ന പോലെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഒരു നമ്മൾ സ്ലാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോൾഡർ സ്ലോപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ റെഡിമെയ്ഡ്സ് ചെയ്യുന്ന സമയത്ത് ഹെം ചെയ്യാറില്ല കേട്ടോ. അയൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുകയാണ് ചെയ്യുക. ഹെമ്മിങ് ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ നീറ്റായിട്ടും ഈവണായിട്ടും വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം, സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യണം, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫ്രില്ലിട്ട് എടുക്കണം എന്നുള്ളതൊക്കെ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും കൈക്കുഴിയുടെ ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതിപ്പോൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴേക്കുള്ള ഗ്യാതറിങ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. താഴെ മടക്കി തയ്ക്കുന്നത് റോൾഡ് ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സാധാ ഫൂട്ട് മാറ്റിയിട്ട് റോൾ ഹെമ്മിങ് ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ഫൂട്ട് ചേഞ്ചിങ് സംഗതി ഉണ്ടെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ സ്ക്രൂ ഫിറ്റ് ഡിവൈസ് ഉണ്ട്, പക്ഷേ അത് 1-2 തവണ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫൂട്ട് തെറിച്ച് പോയതുകൊണ്ട് ഞാനത് ഊരി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് റോൾ ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് ഇതിൻ്റെ അരിക് വളരെ കനം കുറഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഫൂട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതായത് ആ ഒരു ഫൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന തുണി എല്ലാ ഭാഗത്തും ഒരേപോലെയാണ്, ഈവണാണ്, കറക്റ്റായിട്ടാണ് ഇത് മടങ്ങി പോകുന്നത് എന്നുള്ളത് ഒന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തുണി ചുരുണ്ട് വരും, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കുറയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബൈ പ്രാക്ടീസ് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്നതൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ അലൈൻ ചെയ്തിട്ടാണ് പിടിക്കുന്നത്, കൃത്യമായിട്ട് മടങ്ങി പോകാനായിട്ട്. അതിനിങ്ങനെ ഇന്ന പാറ്റേണൊന്നുമില്ല, നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ നാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് രണ്ട് പീസല്ലല്ലോ, 4 പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, 4 പീസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും സാധാ ഫൂട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ ഗ്യാദേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാദേഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ വളരെ മിനിമലായിട്ടുള്ള ഫ്രിൽസാണ് കൊടുക്കുന്നത്, ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രിൽസ് അല്ല. കാരണം ഇത് ഡബിൾ ലെങ്ത്താണ്, അപ്പോൾ അതിന് സിംഗിൾ ലെങ്ത് ആയിട്ട്, അതായത് നമ്മൾ ഫ്രില്ലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഫ്രില്ലിട്ട തുണിയുടെ വീതി എന്ന് പറയുന്നത് എഗെയിൻ 44 ഇഞ്ച് കിട്ടണം. ആ രീതിക്കാണ് ഫ്രില്ലിടുന്നത് കേട്ടോ. അതിന് ഇന്ന പാറ്റേൺ ഇല്ല, അതും ഈ പറഞ്ഞതുപോലെ ബൈ പ്രാക്ടീസ് നമുക്ക് കണക്കാക്കി ഫ്രില്ലിടാനൊക്കെ പറ്റും. ഞാൻ ഇവിടെ ഗ്യാതറിങ് ഫൂട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, നോർമലി നമ്മുടെ സാധാ ഫൂട്ട് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 4 പീസും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 പീസിലും ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് 23.5 ഇഞ്ചിൽ, അതിലൊരു പീസിലേക്ക് താഴത്തെ ഭാഗത്ത് ഈ ഒരു ഫ്രിൽസിനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 പാർട്ടിലും അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ മീദത്തെ ഭാഗത്ത് നമ്മൾ ലോങ് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചെടുക്കണം. ആ ഒരു ലോങ് റണ്ണിങ് സ്റ്റിച്ചിനെ വലിച്ച് ഗ്യാദേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം ചെയ്യാം. ഞാനപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ താഴെ ഫ്രില്ല് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിത് ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോക്കും ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നല്ല ലൈനിങ് ആഡ് ചെയ്തിട്ടല്ല ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണത്, അപ്പോൾ ഞാനിവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഈ ഒരു ക്രേപ്പ് ഫാബ്രിക്കിന് ചെറുതായിട്ട്, ഭയങ്കര കാര്യമായിട്ടല്ല എന്നാലും ചെറുതായിട്ട് നൂലിങ്ങനെ വലിഞ്ഞു പോരുന്ന ഒരു ടെൻഡൻസി ഉള്ള തുണി തന്നെയാണ് ഇത്. അപ്പോൾ ഒന്നുകിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് സീം വരുന്ന പോലെ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഫ്രില്ല് സീം കാണാതെ നല്ല ഭംഗിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിടില്ലേ ബോഡി പാർട്ടിൽ അരയിഞ്ച് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ അരയിഞ്ച് ഇടുന്നതിന് പകരം നിങ്ങളൊരു 1.5 ഇഞ്ച് ഇടേണ്ടി വരുന്നത് മാത്രം, അതായത് 3 ടൈംസ് ഇടേണ്ടി വരുന്നത് മാത്രം കേട്ടോ, നമുക്ക് സീം കാണാതെ നല്ല നീറ്റായിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ട് യോക്ക് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മീതെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നൂല് വലിച്ച് ഗ്യാദേഴ്സ് ഉണ്ടാക്കി നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് ചുരുക്കിയിട്ട് ഈവണായിട്ട് പ്ലീറ്റ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കുന്നു മാത്രം കേട്ടോ. കാരണം ഈ പ്ലീറ്റ്സ് ഇങ്ങനെ ഗ്യാദേഴ്സ് ഉണ്ടാക്കണം, ഗ്യാദേഴ്സ് വലിച്ച് അത് കറക്റ്റായിട്ട്
അലൈൻ ചെയ്തെടുക്കണം. അതിന് നോർമലി ഒരു എ ലൈനോ ഒരു സ്ലിറ്റഡോ ടോപ്പ് തയ്ക്കുന്നതിനേക്കാൾ ബിറ്റ് ടൈം കൂടുതലെടുക്കുന്നു മാത്രം. ഇതാ ഞാൻ യോക്ക് പാർട്ടിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരറ്റത്തുനിന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു തയ്യൽ തുമ്പ് വരണ ഭാഗത്തേക്ക് ഒരുപാട് പ്ലീറ്റ്സ് വെക്കണമെന്നില്ല കേട്ടോ. അവിടെ പ്ലെയിൻ ആയിട്ട് പോയാലും മതി. കാരണം നമ്മൾ ഒരു 3/4 ഇഞ്ചോളം എങ്കിലും ഉള്ളിലേക്ക് അത് അടിച്ചു പോകും. അപ്പോൾ അത്രയും ഭാഗത്ത് പ്ലീറ്റ്സ് കൊടുക്കണ്ട. ആ ഒരു അവിടേക്കുള്ള പ്ലീറ്റിനും കൂടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് സെൻട്രൽ ലൈൻ ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് മാക്സിമം പ്ലീറ്റ്സ് കിട്ടും. ഇതിപ്പോൾ 44 ഇഞ്ച് തുണിയെ ഞാൻ വീതിയായിട്ട് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിറയെ ഗ്യാതറിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ 2 പീസാണ് എടുത്തത് 44 ഇഞ്ചിലുള്ളത്. നിങ്ങൾക്ക് 4 പീസ് എടുക്കാം. 2 പീസ് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്കേർട്ട് പോർഷൻ നിങ്ങൾക്ക് പാനലായിട്ടോ അംബ്രേലയായിട്ടോ കട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പണികളൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് അപ്പോൾ കുറേയും കൂടെ ഫ്ലയർ കിട്ടും. പാനലായിട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അംബ്രല്ലയായിട്ട് ചെയ്യുമ്പോഴൊക്കെ കുറേ കൂടെ ഫ്ലയർ കിട്ടും. പക്ഷേ അപ്പോൾ തുണി ഇത് പോരാതെ വരും കേട്ടോ. അതിപ്പോൾ നമ്മൾ 3 മീറ്ററിൽ മാക്സിമം ചെയ്യാവുന്ന ഒരു ഫ്ലയർ കൊടുത്തിട്ടാണ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത് എനിക്ക് കുറച്ചും കൂടെ കിട്ടുമായിരുന്നു. ഒരു 45 അല്ലെങ്കിൽ 44 ഇഞ്ചോ ലെങ്ത് കിട്ടുമായിരുന്നു. ഞാനത് 40 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞ് കഷ്ണം തുണി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അത് വെച്ചിട്ടുള്ളതും കൂടെ ഞാൻ ചെയ്ത് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ചെറിയ പീസ് തുണിയാണ്, കുഞ്ഞ് ടോപ്പ് മോൾക്ക് ചെയ്യാൻ പറ്റിയ പാകത്തിനുള്ള ഒരു ചെറിയ തുണി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നേരം കൊണ്ട് 2 ഭാഗത്തും നമ്മുടെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഞാനതിലേക്ക് ഒരു ബാക്ക് സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാപ്പ് ഞാനിവിടെ സാധാ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന പോലെ അറ്റത്ത് തന്നെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ബാക്ക് ബോഡിയിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. രണ്ടും ബാക്ക് ബോഡിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് അത് ഞാനിവിടെ ടൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി കൂട്ടി തയ്ക്കുന്ന സമയത്ത് ആ വള്ളി ഇങ്ങനെ കെട്ടിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഷേപ്പ് അടിച്ച് താഴെ വരെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കുഴി ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അത് കറക്റ്റായിട്ടല്ലേ, അലൈൻഡ് ആയിട്ടല്ലേ, കയറി ഇറങ്ങിയിട്ടല്ലല്ലോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് 2 ഇഞ്ച് കണക്കാക്കിയിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അത് മാത്രം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിൽ കൂടുതലോ കുറവോ എടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ലൂസ് ഫിറ്റിങ്ങിൽ അതായത് വള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനായതുകൊണ്ട് കുറച്ച് നീങ്ങിപ്പോയാലും കുഴപ്പമില്ല. എന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിറ്റിങ് നന്നായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഫ്രില്ല് ജോയിൻ ചെയ്യണ ഭാഗം അതും ഒപ്പം വരണില്ലേ എന്ന് ചെക്ക് ചെയ്യുക. താഴത്തെ 2 തുമ്പും ഒരുമിച്ചല്ലേ കയറി ഇറങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 പോയിൻ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സ്റ്റിച്ച് ഫിനിഷിങ്ങിൽ വരും. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കണുണ്ട് കേട്ടോ. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേയും കൂടെ നമുക്ക് ആ ഔട്ട്ഫിറ്റ് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സ്ലീവ് റൗണ്ട് കേട്ടോ. ഞാനിവിടെ എല്ലാ ജോയിനിങ് വരുന്ന ഭാഗത്തും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആം ഹോളിലും താഴെയെല്ലാം ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എളുപ്പത്തിലാണ് നമ്മൾ തുന്നിയത്. വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡ്രാഫ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമോ. താങ്ക് യു.